2 പതിറ്റാണ്ടിലേറെ ഒരു നാടിന്റെ കലയും സംസ്കാരത്തെയും നെഞ്ചോട് ചേർത്ത് വെച്ച സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 25ാമത് വാർഷികാഘോഷത്തിൽ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആരാണ് നന്ദി പ്രകാശിപ്പിക്കട്ടെ? ഞാനല്ലേ. ഉണ്ണിരാജ് ചെറുവത്തൂരിന്റെയും ക്ലബിലെ മുഴുവൻ പ്രവർത്തകരോടും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇല്ല, 3 മണിക്ക് തുടങ്ങും. ഷാർപ്പ് 3 തുടങ്ങും. പെട്ടെന്ന് പോന്നു. എന്താ കിടക്കണ്? നന്ദി പ്രകാശിപ്പിക്കണ്ടല്ലേ? അതിന് തുടങ്ങിയില്ലല്ലോ, പിന്നെന്താണ്? അല്ല, അതൊന്ന് തെറ്റാണ്ട് വളരെ വൃത്തിയായിട്ട് പറയണ്ടല്ലേ? അപ്പൊ അതിന് സെറ്റാക്കുന്ന ഞാൻ എല്ലാവരുടെയും പേരെഴുതി വെച്ചിട്ടുള്ള ലിസ്റ്റ് അവിടെ ഉണ്ട് മേശപ്പുറത്ത്. അത് നോക്കിയിട്ട് വായിച്ചാ മതി കേട്ടാ. അല്ല ചേട്ടാ, നേരെ മേലേക്ക് വിട്ടോ. അല്ല, അനുമോദന വേദിയല്ലേ, അത് തെറ്റാതെ പറയാന്നുള്ളത്. അതെ, എല്ലാവരുടെ പേരും കൂടി പറയണമെന്നില്ല. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. എന്നാലും മതി. നീ ഇപ്പൊ പറഞ്ഞ പണി ഏൽപ്പിക്കും. ഇപ്പൊ എന്നോട് കസേര കസേര ചേട്ടാ, ആദ്യമായിട്ട് എനക്കൊരു വേദി ഒന്നല്ലേ. ഞാൻ ആ നന്ദി എപ്പാണ് സത്യേട്ടനോട് പറയേണ്ടത്? എന്നോട് ഞാൻ കസേര നിരത്താൻ പറഞ്ഞ അവിടെ അതെല്ലാം അടിയുണ്ട്. കസേര കംപ്ലീറ്റ് 3 മണിക്ക് തന്നെ തുടങ്ങണം. ചെല്ലേ. അതെ, നമ്മുടെ മറ്റേ കോയക്കുമ്പരൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട്. അവർക്ക് ചായയും മടയും കൊടുക്കുന്നുണ്ട്. അത് അവര് ചായയും മടയും കൊടുത്ത് കഴിച്ചിട്ട് കൊണ്ടുപോയാൽ മതി. ഭരണവരോടൊക്കെ താഴത്തെ കൊള്ളിക്കിരിക്കാൻ പറഞ്ഞ എവിടെ A+? കൺഗ്രാജുലേഷൻ. അല്ല, ഇതേ സമയത്ത് തുടങ്ങുമല്ലേ? ഇപ്പൊ തുടങ്ങും. 3 മണിക്ക് തുടങ്ങും. 3 മണിക്ക് എന്താന്ന് ഞങ്ങൾക്ക് 7 മണിക്ക് ട്രെയിൻ ഉണ്ട് തിരുവനന്തപുരത്ത്. നാളെ ഇവനവിടെ അഡ്മിഷന്റെ കാര്യത്തിനെ. പോവാലോ. 3 മണിക്ക് തന്നെ വിടും. പിന്നെന്താ, ഒന്നുമില്ല, ഒരു ഉദ്ഘാടനവും പിന്നെ അനുമോദനം, അത്ര തന്നെ. അത്രേ ഉള്ളൂ. നിങ്ങൾ ചെല്ലണ വഴിക്ക് ഇവിടെ ഫസ്റ്റ് റൂം ചായ ഉണ്ട്, അത് കലക്കിട്ടാ ചായ കാര്യം കൂടെ മൊയ്തു സാറിന് ചൂടെടുക്കണം. ഞാൻ കുടിക്കാൻ വേണ്ടിട്ടേ. സാറേ, നമസ്കാരം. ഞാൻ അങ്ങോട്ട് വിളിച്ചു നോക്കായിരുന്നു, അപ്പൊ കിട്ടുന്നില്ല. അതെ, തീരെ വയ്യ. ഇരിക്കാനും നടക്കാനും വയ്യ. പിന്നെ നാട്ടിൽ നിന്നൊരു അനുമോദനമൊക്കെ കിട്ടാറില്ല. അതിനപ്പുറം വലിയ അവാർഡുണ്ട്. പെട്ടെന്ന് കയ്യിൽ വേഗം കഴിയും. ഇപ്പൊ തീരും. പിന്നെ എന്താ വെച്ചാൽ കേണൽ സാറിനെ പോലെ ഒരാളെ ഞങ്ങളുടെ ക്ലബിന് മാതിരിക്കാൻ കിട്ടാന്ന് പറഞ്ഞാൽ ക്ലബിന് കൂടി ഒരു ഇതാണല്ലോ. നമുക്ക് പതുക്കെ അങ്ങനെ നീങ്ങിയാലോ? ഒരു ചായ കുടിച്ചിട്ടാണ് മോൾ വേണ്ട. എന്നാ പിന്നെ സ്റ്റേജിലേക്ക് പോവാം. സ്റ്റേജിലേക്ക് ഇന്ത്യ കയറിയാൽ മതി. ഞാനിപ്പോ അതെ, ഞാൻ അവിടെ വെച്ചിട്ട് വേഗമായിട്ട് വന്നു. നമുക്കെന്തറിയോ, തുടങ്ങിയാൽ ഞാന് നമ്മുടെ ഇവിടെ സ്റ്റാർ ക്ലബിന്റെ വാർഷിക പരിപാടിയാണ്. ഇല്ല, പെട്ടെന്ന് കഴിയും. നോക്കി കയറിയാ മതി. ഹോട്ടലിലോട്ട്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. തുടങ്ങിക്കോളൂ. തുടങ്ങാൻ തുടങ്ങും. വൈകിക്കാതെ പരിപാടികളുണ്ട് വേറെ. ഫസ്റ്റ് നന്ദി പറയണ്ടല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ക്ലബിന്റെ ഒരു പ്രത്യേക പരിപാടി ഇവിടെ അരങ്ങേറുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തെ +2-ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സായിട്ടുള്ള കുട്ടികൾക്കുള്ള അനുമോദനവും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള പട്ടാളക്കാരനായ കേണൽ രാഘവൻ സാറിനുള്ള ഒരു ആദരവും നമ്മളിവിടെ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഔപചാരികമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലബിന്റെ പ്രസിഡന്റായ പ്യാരി ജാദിനെ ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ മുഖ്യ സംഘാടകനും രക്ഷാധികാരിയുമായ കോയക, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ സന്തോഷത്തോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള തവളപ്പറമ്പിൻ്റെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തു സാർ, ആശംസ അർപ്പിച്ച് സംസാരിക്കാനെത്തിയിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മന്മഥൻ സാർ, നമ്മുടെ സംഘടനയുടെ സെക്രട്ടറി സത്യേട്ടൻ, മറ്റു വേദിയിലിരിക്കുന്ന ക്ലബിൻ്റെ ഭാരവാഹികളെ, ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, ആദ്യമായി തന്നെ നമ്മുടെ സംഘടന രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്ത കോയക്കുണ്ട്. അതിൻ്റെ ഫൗണ്ടറും ഇപ്പോൾ നമ്മുടെ രക്ഷാധികാരിയുമായ കോയക്കയാണ് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും സംഘടനയുടെ പേരിലും ക്ലബിൻ്റെ പേരിലും എല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ക്ഷമിക്കണം, സ്വാഗതം ആശംസിക്കുന്നു. ഇനി സ്വാഗതം പറയാനുള്ളത് നമ്മുടെ ഉദ്ഘാടകൻ. എന്തുകൊണ്ടും ഈ ചടങ്ങിന് മികച്ച വ്യക്തിത്വത്തിന് തന്നെ അർഹനായ ഒരാളെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മൊയ്തു സാർ. ഹാർദവുമായി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഭരണപക്ഷത്തിന്റെ നെറുകേടുകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന യുവത്വത്തിന്റെ തീനാമ്പ് മന്മഥൻ സാർ. മന്മഥൻ സാറാണ് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകണമെന്ന ആഗ്രഹത്തിലൂടെയാണ് പുള്ളി പ്രവർത്തനം തുടങ്ങിയതെങ്കിൽ ഇതുവരെ നടക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും അദ്ദേഹം പ്രവർത്തനങ്ങളിൽ കാണിക്കാറില്ല. ഈ ചടങ്ങിന് വിളിച്ചപ്പോൾ തന്നെ മൊയ്തു എന്ത് ചടങ്ങിൽ പങ്കെടുത്താലും ഞാനും ആ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത മന്മഥൻ സാറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. പിന്നെ നമ്മുടെ സംഘടനയുടെ സെക്രട്ടറി, നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ആലോചിച്ച കാലം മുതൽ രാപ്പകലില്ലാതെ ഊണും ഉറക്കവുമില്ലാതെ ഓടി നടക്കുകയും വീട്ടിൽ വഴക്കുണ്ടായി ഭാര്യയുമായി തല്ലുപിടിച്ച് ചേച്ചിയെ വീട്ടിലാക്കിയിട്ടാണെങ്കിലും ഈ പരിപാടി വിജയിപ്പിക്കാതെ ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന, നല്ല ശക്തമായ നേതൃത്വം കൊടുക്കുന്ന സത്യേട്ടനെ ഞാൻ ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ സംഘടനയുടെ ഒന്ന് രണ്ട് പ്രധാനമല്ലാത്ത പ്രവർത്തകർ ഇരിപ്പുണ്ട്, അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇവിടെ കൂടിയ നല്ലവരായ നാട്ടുകാരെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കാരണം നമ്മൾ ഈ +2 +1 ഇത് എന്താണ് നമ്മൾ കൊടുക്കുന്നത്, ഇത് കൊടുക്കണതിന് ആലോചിച്ചപ്പോ SSLCക്കും കൊടുക്കണം എന്ന് പലരും പറയുണ്ടായി, സൂതൻ പോലെയുള്ളവരൊക്കെ. അപ്പോൾ SSLCക്ക് നമ്മൾ കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പ് കൊടുത്തപ്പോൾ 1 മാർക്ക് കുറഞ്ഞു പോയെന്നും പറഞ്ഞൊരു ചീറാപ്പ് ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ പിന്നെ അത് അങ്ങനെ മുമ്പോട്ട് പോയില്ല. അപ്പൊ അത് നിങ്ങൾ തന്നെ പറഞ്ഞപ്പോ നമ്മൾ ഒരു പരിപാടിയും അങ്ങനെ വലിച്ചു നീട്ടി ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് നടത്താറില്ല. അതിൽ സെക്രട്ടറിക്ക് നിർബന്ധമുണ്ട്. എന്നിരുന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയാതെ നിവർത്തിയില്ലല്ലോ, പ്രസിഡന്റായി പോയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ. എന്നാലും ഞാനത് പറയാം. അപ്പോൾ ഇനി അധ്യക്ഷ പ്രസംഗമാണ് ഉള്ളത്. അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട ഗോയ സാഹിബിനെ ക്ഷണിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മൾ ഈ കലാരംഗത്ത് ഒരുപാട് ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ. ആ കലാരംഗത്ത് ചെയ്തു കൊടുത്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഒരു ഗ്രാമത്തിൽ നിന്നും ഉയർന്നു വരുന്ന ആളുകളെ നമ്മൾ പഠിച്ച് വിദ്യാസമ്പന്നരായിട്ടൊക്കെ
വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റാർ സ്പോർട്സിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആഗസ്റ്റ് 15 തന്നെ രാവിലെ പതാക ഉയർത്തി മിഠായി കൊടുത്തപ്പോൾ ഒരുപാട് കുട്ടികൾ അതിൽ പങ്കെടുത്തു. ഇത്തവണ പായസം ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ വളരെ ഹ്രസ്വമായി ചുരുക്കി നടത്തുന്ന ഒരു പരിപാടിയാണ്. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി കോയ സാഹിബിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹൃദയം നിറഞ്ഞുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുണ്ട്. കാരണം ഈ +1 +2 ഇതിൽ ഉന്നത വിജയം നേടിയിട്ടുള്ളവരുടെ മാർക്ക് ലിസ്റ്റ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 പേരെയും കൂടി അതിൽ പെടുത്തണം എന്ന് പറഞ്ഞ് സംഘാടക സമിതിയുടെ അടുത്ത് കുറച്ച് പ്രവർത്തകർ വന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആ സ്റ്റേജിന്റെ ഫ്രണ്ടില് ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. അപ്പൊ ഇനിയും തരാത്തവർ അവരെ കൊടുത്താൽ ഇപ്പൊ നമ്മൾ ക്ഷണിക്കപ്പെട്ടവരെ വിളിച്ചതിന് ശേഷം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഈ 2 വാക്ക് കേട്ടിരുന്ന നിങ്ങളെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപൂർവ്വം കോയക്കയെ ശരിക്കും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇല്ല കുഴപ്പമായിട്ടില്ല, ഇത് കഴിയട്ടെ. അല്ലല്ല അവിടെ ആ സീറ്റ് പോവുള്ളൂ. സീറ്റ് ഒരു സീറ്റ് കൊണ്ട് നന്ദി പറയാം. ഇപ്പൊ ഇവിടെ എല്ലാം ഫില്ലല്ലേ, എല്ലാം ഫില്ലല്ലേ. ഞാൻ ഇതോട്ടോ എങ്ങനെ ഇരിക്കണേ? അതൊക്കെ ഒന്ന് പിടിച്ചോ. മറന്നോ, പിന്നെ പറയുമ്പോ മറന്നോ. ഞാൻ നന്ദി പറയാം. എല്ലാടാ നീയെല്ലാം മറക്കുന്നു, ഞാൻ മറക്കൂല. പിന്നെന്താണ്? ആയിക്കോട്ടെ. ശബ്ദല്ലേ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, മറ്റ് ക്ലബ് അംഗങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലബിൻ്റെ കാര്യം പറയാച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കൂടിയിരുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് വെറുതെ ഇങ്ങനെ വർത്താനം പറയാനായിട്ട് ഇങ്ങനെ കൂടിയിരിക്കണ ഒരു സ്ഥലം. അത് നമ്മളെ മാർക്കറ്റിൻ്റെ ആ പരിസരത്ത് അതിൻ്റെ ഈ 2 നില കെട്ടിടം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പൊളിച്ചല്ലോ, ഇപ്പൊ ഒക്കെ ഈ കെട്ടിടമായി. അതന്ന് ഓടിട്ട് മേഞ്ഞിട്ടുള്ള 2 നില കെട്ടിടമായിരുന്നു. അതിൻ്റെ അടിയിൽ ഇങ്ങനെ പീടിക നിരപ്പലകൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അതൊന്നുമില്ല. ഇപ്പം ഇപ്പോഴത്തെ ഫാഷനിലുള്ള പീടികയൊക്കെയാണ് ഇപ്പം അവിടെ. അപ്പം എൻ്റെ ഓർമ്മ ഞങ്ങളവിടെ വർത്താനം പറഞ്ഞിരിക്കണ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ആ കൂട്ടത്തിൽ ആ മുകളിൽ ആ സ്ഥലം കിട്ടിയ അവിടെ വാച്ച് റിപ്പയറിങ്, നമ്മുടെ മൗലവിയുടെ ബീര മൗലവിയുടെ വാച്ച് റിപ്പയറിങ്ങിന്റെ ഒരു ഇതുണ്ടായിരുന്നു. മറ്റേ പരീത് ഓൻ മരിച്ച് ഓന്റെ ആ ഒരു ബന്ധത്തിന്റെ പുറത്താണ് ഞങ്ങൾ അവിടെ അന്ന് കൂടിയിരുന്നത്. എന്ത് വിധീത്, വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. അപ്പൊ അന്നത്തെ കാലത്ത് പന്ത് കളിക്കാൻ സ്ഥലമുണ്ടോ ഇല്ലെന്നായി പിന്നത്തെ സംസാരം. കുറിപ്പ് കൊടുക്കാൻ നിർത്താൻ പറഞ്ഞിട്ട് വിചാരിച്ചു അഭയം ചെലിയത് പൈസ ചെലവുണ്ട് എന്നുള്ള ഒരു വർത്താനൊക്കെ ഉണ്ടായി. അങ്ങനെ വന്നപ്പോ ഞങ്ങൾ എന്ത് ചെയ്ത്, ഇന്നപ്പോ എല്ലാരും കൂടിയിട്ട് നമുക്ക് ഈ ഓണല്ലേ പറഞ്ഞ ഒരു പായസ വിതരണത്തിന്റെ ഒരു ഇത് ചെയ്യാന്ന് കുറച്ച് കായൊക്കെ ഉണ്ടാക്കാലോ. അപ്പൊ ആ കായോട്ടെ. അപ്പോ ഒരു മിനിറ്റ് ട്ടാ. പോയക്ക പടച്ചോനെ വിചാരിച്ചൊന്ന് നിർത്തുക. അതായത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാല്, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അപ്പൊ അങ്ങനെ പന്ത് കളിക്കുള്ള ഒരു ഇത് കായ് ഉണ്ടാക്കണല്ലോ. അതിന് വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങള് അങ്ങനെ പായസ വിതരണം നടത്തിയ ആ പായസ വിതരണത്തിൽ നിന്ന് കുറച്ച് കായ് ഉണ്ടാക്കി. അപ്പോ അങ്ങനെ ഇപ്പൊ എനിക്കൊരു സൗഭാഗ്യം ഇവിടെ ഉണ്ടായി. എനിക്ക് ഞാൻ കളിച്ചു വളർന്ന ഈ ക്ലബിന്റെ ഈ സീറ്റിൽ ഇരിക്കാനുള്ള ഒരു സൗഭാഗ്യം പടച്ചോക്ക് തന്ന് എന്റെ കൂട്ടത്തിലുള്ള പല ആൾക്കാർക്കും അതിന് സഹായിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് ഞാനിപ്പോ ആലോചിക്കണേ.
എനിക്കതൊരു വലിയ സന്തോഷമാണ്. അതെ കോയക്ക മതിഞ്ഞ് വിഷമിക്കണ്ട. നന്നായി പ്രസംഗസ്ഥനായി. അവിടെ പോയിരുന്നു. ഉണ്ടോ ഈ കുട്ടികളുടെ ഈ ഒരു സ്നേഹാണ് ഞാൻ ഇവിടെ വരാനുള്ളൊരു കാര്യം. മനസ്സിലായില്ലേ? പിടിച്ചോ. കണ്ട് പറഞ്ഞു കൊതി തീർന്നില്ല. സാറില്ല പിന്നെ പറഞ്ഞു നിക്കാൻ പറ്റാത്തോണ്ട് വാർഷികത്തിനെ ഇനി സംസാരിക്കായിരുന്നു. വാർഷികത്തിന് പറയാ കാല് കറയുന്ന കാരണേ. എന്താണ് എനിക്ക് ചെറിയ പ്രശ്നം. എന്തേ? വീട്ടിൽ നിന്ന് വിളിച്ചിനി. ഓ അമ്മായിച്ച സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഇല്ലേ, അങ്ങോട്ട് പോകണം എന്നോട്. കുപ്പക്കോ ഞാനാ പോവാനാ. പോയിട്ട് ഇത്തിരി കഷ്ടപ്പെട്ട് നന്ദി പറയാൻ പറഞ്ഞു. എനിക്ക് പറയണ്ട. അന്ന് ആരെ കൊണ്ടെങ്കിലും പറയിപ്പിക്ക വിട്ടോ. അടുത്ത പരിപാടിയിലോട്ട് കിടക്കട്ടെ. പരിപാടി കിടക്കട്ടെ. 25 വർഷം ഒറ്റ പ്രാവശ്യം. സുഹൃത്തുക്കളെ, നമ്മള് അടുത്തത് നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ വൈസ് പ്രസിഡന്റ് മൊയ്തു സാറിനെ ക്ഷണിക്കുന്നു. ഞാൻ ഇപ്പൊ നന്ദി പറഞ്ഞോളാം. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ഹലോ, ഹായ്. വേദിയിലിരിക്കുന്ന ചടങ്ങിലെ അധ്യക്ഷൻ കോയക്ക, സ്റ്റാർ ആൻഡ് സ്പോർട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറി സത്യശീലൻ, പ്രസിഡന്റ് പ്യാരിജാതൻ, പ്രതിപക്ഷ നേതാവ് മന്മഥൻ, മറ്റ് പ്രിയമുള്ളവരെ, സഹോദരി സഹോദരന്മാരെ, സമയം ഒരുപാട് നീണ്ടുപോയി. എനിക്ക് ഗസ്റ്റ് ഹൗസിൽ മറ്റൊരു പ്രധാനപ്പെട്ട മീറ്റിംഗിൽ പങ്കെടുക്കാനുണ്ട്. ഞാൻ നേരത്തെ സംഘാടകരോട് പറഞ്ഞതാണ്. സമയം കുറച്ച് വൈകിപ്പോയി. എനിക്ക് ഈ സ്റ്റാർ ആൻഡ് സ്പോർട്സ് ക്ലബ്ബുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ കാലം മുതൽ എനിക്ക് ബന്ധമുണ്ട്. കോയക്കൊക്കെ ശരിക്കും അറിയാം. കോയക്കയാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഈ ക്ലബ്ബ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം കോയക്കൊക്കെ ഓർമ്മയില്ലേ? എൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഈ ക്ലബിന്റെ പ്രവർത്തനം ഇവര് തുടങ്ങുന്നത്. അതൊരു സുബ്രഹ്മണ്യൻ ഉണ്ടായിരുന്നു, അങ്ങ് സുമേഷ് ഏട്ടൻ ഉണ്ടായിരുന്നു. അവരാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഇന്നിപ്പോ അവരുടെ കൂട്ടത്തിൽ കോയക്ക മാത്രമേ ഉള്ളൂ. ബാക്കി കുറച്ച് ഊർജ്ജസ്വലരായ പ്രവർത്തകർ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ഈ തവളപ്പറമ്പ് ദേശത്തിന്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റാർ ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്.